അപ്പോൾ ജാമിദ ടീച്ചറോടോ ആരോടെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കുക. ബണ്ണി, വെൽക്കം ടു അവർ വേൾഡ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമേ നമ്മുടെ ബണ്ണി കൂട്ടുകാരൻ. ഇനി മൈക്ക് എടുത്ത് ചോദിച്ചോളൂ. ഹലോ ഹലോ, കൈയടിച്ചു. ഹലോ നമസ്കാരം. മുസ്ലിമാണോ? ആള് മുസ്ലിമാണോ? അതെ അതെ മുസ്ലിമാണ്. അതെയോ? സ്റ്റുഡന്റ് ആണോ? സ്റ്റുഡന്റ് ആണ്. എന്തിനാ പഠിക്കണേ? ഡിഗ്രി. എന്ത് ഡിഗ്രി? ബികോം ഫിനാൻസ്. എത്ര വർഷമായി? സെക്കൻഡാ തേർഡാ? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയറാ? MES കോളേജിലാണോ? അല്ല, MES കോളേജിലെ സിസ്റ്റർ ആണ്. ഞാൻ MES ഞാൻ ആദ്യ കോളേജിലാണ്. ആണോ? അല്ല, ഷോപ്പ് നമ്മളെ ഷോപ്പ് തന്നെയാണ്. നമ്മളെ ഷോപ്പ് തന്നെ. ഇടയ്ക്ക് ഷോപ്പ് പോവുള്ളൂ, സ്വന്തം ഷോപ്പാണ്. ബണ്ണി, അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഈ ബാപ്പ ഉണ്ടായ മോളെ നിക്കാ ചെയ്യാൻ പറ്റുമോ? അത്ര സീരിയസ് ആയിട്ട് പോകണ്ട. പാവം കുട്ടിയല്ലേ. മുഹമ്മദിന് ഏറ്റവും ഇഷ്ടമുള്ള 3 വസ്തുക്കൾ ഏതാണ് അറിയാമോ? മുഹമ്മദ് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 വസ്തുക്കൾ ഏതൊക്കെയായിരുന്നു? എനിക്കങ്ങനെ ഇവരെ പേഴ്സണലായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. എനിക്ക് ഫുള്ളായിട്ട് കാണാപ്പാടും അറിയില്ല. പക്ഷെ എനിക്ക് അറിയണത് ഞാൻ അറിയാം, സത്യമായിട്ട് അറിയാലോ. ഞാൻ എങ്ങനെയാണ് വായിച്ചത്. ഇല്ല, അന്നാള് സംബന്ധിച്ചു, അതായത് മുഹമ്മദിന് യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാനത്രേ അങ്ങാടി വൈദ്യൻ കുറിച്ചു പെണ്ണുങ്ങളെ 7 തരം പെണ്ണുങ്ങളെ അള്ളാഹു ശരീരദാനം വരെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചു. അതെന്ത് കുഴപ്പം എന്നാ ചോദിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന് ഒരു കുഴപ്പവും ഒരു വിഷമവും ഇല്ലാതിരിക്കാൻ അള്ളാഹു അത് അനുവദിച്ചല്ലെന്നാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അത് അള്ളാഹുവിന്റെ പ്രവാചകന് ഒരു വിഷമവും ഉണ്ടാവാ. അപ്പൊ അവിടെയാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ മുഹമ്മദിന് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യങ്ങൾ എന്താണെന്ന് താങ്കൾക്ക് അറിയില്ല. അറിയാൻ ആഗ്രഹമുണ്ടോ? അറിയാൻ ആഗ്രഹമുണ്ട്, പറഞ്ഞോളൂ. സ്ത്രീകൾ 1, 2 സുഗന്ധ പെർഫ്യൂം അത്തർ. ഖുർആനിൽ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. ഹദീസിന് പറഞ്ഞിട്ടുള്ള കാര്യം. ഹദീസ് വേണ്ട. ഖുർആൻ മാത്രമേ നിങ്ങൾ എടുക്കുള്ളൂ. ഖുർആൻ മാത്രമേ ഞാൻ 5 വക്ത് നിസ്കരിക്കലില്ല. എനിക്ക് വെള്ളിയാഴ്ച പള്ളി പോകും, പിന്നെ ഇടയ്ക്കൊക്കെ പള്ളി പോകും. 5 വക്ത് നിസ്കരിക്കാറുണ്ട്. അതന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ഇടയ്ക്ക് നിസ്കരിക്കലുള്ളൂ. അതെ അതെ. അല്ല, നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഓക്കെ അതെ അതെ, ഖുർആൻ മാത്രമേ എടുക്കുള്ളൂ. റെഡി. ഖുർആൻ മാത്രം വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് നമസ്കരിക്കുന്നത്? അതെ, അല്ല, ഖുർആൻ മാത്രം വെച്ചിട്ട് ആൾ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്നൊന്ന് പറയട്ടെ. അതന്നെ ഞാൻ പറഞ്ഞല്ലേ, അതായത് ഞാൻ 5 വക്ത് നിസ്കരിക്കലില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വക്തിന്റെ കാര്യം ചോദിച്ചിട്ടില്ല. സമയം ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾ എത്ര നിസ്കരിച്ചാലും എങ്ങനെ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ സാധാരണ നിസ്കരിക്കണം, അല്ലാതെ നിസ്കരിക്കണ പോലെ നിസ്കരിക്കും. വജ്ജഹത്ത് പറയാറുണ്ടോ? അതെ അതെ. അതല്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണോ താങ്കൾ കൈ കെട്ടാറുള്ളത്? അതെ അതെ. എവിടെന്ന് കിട്ടി? ക്ലിയർ ആവണില്ല ടീച്ചറിന്റെ വോയിസ് ക്ലിയർ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാണോ കൈ കെട്ടാറുള്ളത്? എവിടെ നിന്ന് കിട്ടി? വജ്ജഹത്തു പറയാറുണ്ടോ? എവിടെ നിന്ന് കിട്ടി? സുജൂദ്, റുക്കൂ, ഇഅ്തിദാല്, അത്തഹിയാത്ത് എവിടെ നിന്ന് കിട്ടി? 5 വക്ത് നിസ്കരിക്കണം എന്നാണ് എന്താ എല്ലാരും പറയല്ലേ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഇടയ്ക്ക് നിസ്കരിക്കാൻ പോലുള്ളൂ. അതിപ്പോ ഖുർആനില്ലെങ്കിൽ ഓക്കെ, ഞാൻ അതിൽ വിശ്വസിക്കണില്ല. പക്ഷെ ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ നിസ്കരിക്കാണ്. മനസ്സിലായി ബണ്ണി? ഞാൻ പറഞ്ഞത് എത്ര സമയം നമസ്കരിക്കുന്നു എന്നുള്ളതല്ല. എല്ലാവരും നമസ്കരിക്കുന്നത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. താങ്കൾക്ക് ഈ നമസ്കാരം എങ്ങനെ കിട്ടി, എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം.
ബണ്ണി ചോദ്യം പിടികിട്ടിയോ? ബണ്ണി ചോദ്യം പിടികിട്ടിയോ? നിങ്ങൾ ഖുർആൻ മാത്രം പ്രമാണമാക്കി എങ്ങനെ നമസ്കരിക്കുന്നു എന്നാ ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നെ പഠിപ്പിച്ച ഉസ്താദ് ഗുരുനാഥന്മാര് എങ്ങനെയാണോ പഠിപ്പിച്ചത് ചെറുപ്പം മുതലേ അതേപോലെ നിസ്കരിക്കല. അതിൽ ഞാൻ 5 വക്ത് നിസ്കരിക്കല്ല. ഞാൻ ഇടക്ക് എല്ലാരും എന്താ നിസ്കാരത്തിൽ ചൊല്ലല് അതേപോലെ ഞാൻ ചൊല്ലലുണ്ട്. അതൊക്കെ ഹദീസുകളിൽ നിന്ന് വന്നതാണ്. ഗുരുനാഥന്മാരിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാ കുട്ടി ഇയാള് ഖുർആൻ മാത്രം പ്രമാണമാക്കി മുന്നോട്ട് പോകുന്നത്? ഒരു മിനിറ്റ് ജാമിദ ടീച്ചറെ പറഞ്ഞു. അദ്ദേഹം ഒരു സിമ്പിൾ ഫെയ്ത്തിന്റെ ആളാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഫിലോസോഫിക്കൽ മൈൻഡിൽ കൂടെ ചോദിക്കാണ്ട് ഖുറാനിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹം അത് എടുക്കുന്ന പറയുന്നത്. അപ്പൊ ചർച്ച കുറച്ചും കൂടി അദ്ദേഹത്തിനും ഇത് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞല്ലോ ആള് പൊസിഷൻ പറഞ്ഞു. ഞാൻ എന്റെ ഒരു സെക്കൻഡ് ഞാൻ സമാധാനത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് ആളുടെ എന്നോട് സംസാരിച്ചിട്ടുള്ള ആളാണ് 2-3 മണിക്കൂർ. അതായത് ആളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. ഓക്കെ, നമുക്ക് വി കൻ കൺസീഡ്. അതിന് നമ്മൾ ചോദ്യം ചെയ്യേണ്ട. ആള് മനസ്സമാധാനത്തിന് വേണ്ടി ആൾക്കാർ എന്തെല്ലാം ചെയ്യുന്നു. പക്ഷെ ഖുറാനിലുള്ള വൈരുദ്ധ്യങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടെങ്കിൽ. കാരണം അതാണ് ആളെ സംബന്ധിക്കുന്ന കാര്യമുള്ളൂ. ബാക്കി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച കാര്യമില്ല. പ്ലീസ്. അത് മാത്രല്ല അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഹദീസ് ഇല്ലാതെ ഖുർആൻ മാത്രം പ്രമാണമാക്കിക്കൊണ്ട് ഇസ്ലാമിലെ ഒരു വിശ്വാസമോ ഒരു അനുഷ്ഠാനമോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഖുർആനിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല ഹദീസുകളില്ലാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരം ഞാൻ എപ്പോഴും നിസ്കരിക്കലില്ല. അതിന്റെ എനിക്ക് എന്റെ ഇഷ്ടത്തിന് പേഴ്സണൽ തോട്ടാണ്. ഇന്നെ ഗുരുനാഥന്മാർ പഠിച്ച തോട്ടിൽ നിങ്ങൾക്ക് ഇപ്പോഴും പോയിന്റ് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ പിന്നെയും പറഞ്ഞതിനെ കുറിച്ചിട്ട് നിങ്ങൾ എത്ര നേരം നിസ്കരിക്കുന്നു എന്നുള്ള ചോദ്യം. നിങ്ങൾ നിസ്കരിക്കുമ്പോ പോലും പറയുന്ന വാചകങ്ങൾ പോലും അത് ഖുറാനിൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞൊരു വാദം നിങ്ങൾ പറഞ്ഞൊരു വാദം സത്യവ്രതർ പറഞ്ഞ പോയിന്റ് തന്നെ എടുക്കാം. പക്ഷെ ഈ പുള്ളി പിന്നെയും ഇവിടെ നിന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇസ്ലാമിൽ ഏതൊരു കാര്യം ചെയ്യണമെങ്കിൽ ഖുറാൻ മാത്രം വെച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഉസ്താദ് നിങ്ങളെ പഠിപ്പിച്ച രീതി വെച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്തു പോകുന്നു. ഉസ്താദ് എവിടുന്ന പഠിപ്പിച്ച? ഖുറാനിന്നല്ല, അതും ഖുറാനിന്നല്ല, അതും ഹദീസിൽ നിന്നാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. സത്യവ്രതറെ മൈക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ഉസ്താദ് നിങ്ങളെ പഠിപ്പിച്ചത് കേട്ട് നിങ്ങൾ അത് ശീലിക്കുന്നെന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. ആ ഉസ്താദ് പഠിപ്പിക്കുന്നതാണ്. അദ്ദേഹം പോയി ഉസ്താദ് പഠിപ്പിക്കുന്ന കാര്യം പോലും എവിടുന്നാന്ന് ചോദിച്ചിട്ട് പോലും നിങ്ങൾ വേണ്ടുന്നില്ല. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോയിന്റ് വളരെ വാലിലാണ്. ഇസ്ലാമില് ഹദീസ് ഇല്ലാണ്ടൊരു സംഭവം ഇല്ല. ഖുറാന് ഹദീസ് ഇല്ലാതെ നിലനിൽപ്പില്ല സുഹൃത്തെ. അതാദ്യം മനസ്സിലാക്ക്. അതായത് ബണ്ണി, ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. ബണ്ണി പറയുന്നത് ഞാൻ വല്ലപ്പോഴുമേ നമസ്കരിക്കാറുള്ളൂ, 5 നേരം നമസ്കരിക്കാറില്ല എന്നാ. എപ്പോ നമസ്കരിക്കുന്നു, എത്ര വക്ത് നമസ്കരിക്കുന്നു എന്നതല്ല എന്റെ ചോദ്യം. അതായത് നമസ്കാരത്തിന്റെ രൂപമോ നമസ്കാരത്തിന്റെ രീതിയോ നമസ്കാരത്തിന്റെ ക്രമമോ ഖുർആനിൽ നിന്നും മാത്രം ലഭിക്കില്ല. നമസ്കരിക്കണം എന്നേ ഖുർആനിലുള്ളൂ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്ന് ഖുർആനിലുണ്ട്. സമയബന്ധിതമായ ഒരു നിർബന്ധ കർമ്മമാണ് നമസ്കാരം എന്നുണ്ട്. പക്ഷേ അതെങ്ങനെ ചെയ്യണം? റക്അത്തുകളുടെ എണ്ണമില്ല. സുജൂദ്, റുകൂ, തശഹുദ്, അതായത് അത്തഹിയാത്ത്, വജ്ഹത്തു തുടങ്ങിയ ഇഅ്തിദാൽ ഇതൊന്നും ഇതിനകത്തില്ല. തന്നെയുമല്ല പ്രവാചകൻ പറഞ്ഞത് എന്താ? ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്നാ പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിങ്ങൾ നമസ്കാരത്തിന്റെ പ്രായോഗിക രൂപം പഠിക്കാൻ അവലംബിക്കുന്നത് എന്തിനെയാ? ഖുർആൻ വ്യാഖ്യാനങ്ങളാകുന്ന ഹദീസുകളെയാണ്. അപ്പൊ ഖുർആനിന്റെ നിയമങ്ങൾ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി വിശദീകരിച്ച് നൽകുന്നതാണ് ഇസ്ലാമിക പ്രമാണ ശാസ്ത്രം, അതായത് പ്രവാചക ചര്യ. അതില്ലാതെ ഖുർആനിന് നിലനിൽപ്പില്ല എന്നാ പറഞ്ഞത്. ഹദീസുകളെ പൂർണ്ണമായിട്ടും തള്ളി ഖുർആൻ മാത്രം പ്രമാണം എന്നത് കൊണ്ടുവന്നാൽ ഇസ്ലാം പൂർത്തിയാകില്ല എന്നാ പറഞ്ഞത്. ഇസ്ലാമിലെ ഒരു കർമ്മവും പൂർത്തിയാകില്ല എന്നാ പറഞ്ഞത്. ഇതൊക്കെ നബില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതിലൂടെയാണ് ഈ വാക്കില്ലോര് കടന്നു വരുന്നത്. മനസ്സിലായോ?
എന്റെ പൊന്നു മോനെ, നീ വല്ലാത്ത ഒരു സഹതാപമാണല്ലോടാ അർഹിക്കുന്നത്. മോനെ, ഈ പ്രവാചകനിലൂടെ ആരിലേക്ക് വന്നു? പ്രവാചകൻ മരണപ്പെട്ട് എത്ര കൊല്ലങ്ങൾക്ക് ശേഷമാണ് മോനെ ഖുർആൻ ഫോം ചെയ്യുന്നത് തന്നെ. ഈ പ്രവാചകൻ എന്ന് പറയുന്ന മഹനീയ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് നമ്മൾ ആരോപിക്കപ്പെടുന്ന പുസ്തകം കണ്ടിട്ടു പോലുമില്ല. ഇപ്പൊ എന്താണ് അറിയേണ്ടത്? ഖുറാനില് അല്ല ഹദീസില് എന്താണ് നിസ്കരിക്കേണ്ടത് ഖുറാനിൽ പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് സുജൂദ് ചെയ്യണം, റുക്കൂ ചെയ്യണം, വജ്ജത്ത് ഉണ്ടാവും ഖുറാനിൽ പറഞ്ഞിട്ടില്ല എന്നല്ലേ പറയണത്? അശാന, ഇസ്ലാം പ്രമാണത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഖുറാനിലില്ല, എല്ലാ ഹദീസിലാണ് ഉള്ളത്. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ, ഞാൻ ഖുറാനെ വിശ്വസിക്കുന്നു പറ, ഹദീസിന്റെ കാര്യം ഒഴിവാക്ക്. ഞാൻ നിസ്കരിക്കുന്നുണ്ടോ അതൊക്കെ ടീച്ചർ ഒരു കാര്യം ചെയ്യേക്കാം. ആ പുള്ളി പറയണത് ഹദീസ് ദേവി ഇത് ഒഴിവാക്കുന്ന പറയുന്നത്. 5 വക്ത് നിസ്കാരമുണ്ട്, അദ്ദേഹത്തിന് 5 വക്ത് നിസ്കരിക്കില്ലല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, വിട്ട് ഹദീസ് നമ്മൾ വിട്ട്. ഓക്കെ, ഇത്രയും കെഞ്ചി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹദീസ് വിടും. അപ്പൊ ഖുറാനിലെ ചർച്ച കെഞ്ചി പറയല, ഹദീസ് തന്നെ വേണ്ട, ഒഴിവാക്ക്. ഓക്കെ, അപ്പൊ ഖുറാനിലെ ചർച്ച ആയാലോ? ഓക്കെ, ഖുറാൻ ചർച്ചയായി. അല്ല മോനെ, നമ്മുടെ കയ്യിലുള്ള ഖുർആൻ എങ്ങനെയാ നമ്മുടെ കയ്യിൽ എത്തിയത് എന്നറിയണ്ടേ? അതിനൊരു ജെന്യൂനിറ്റി വേണ്ടേ? അതിനൊരു ഓതന്റിസിറ്റി വേണ്ടേ? അതിനൊരു വിശ്വാസയോഗ്യത ഉണ്ടെങ്കിലല്ലേ അതിനകത്ത് ഊന്നി നിന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ല, വേണ്ടാന്നാ പുള്ളി പറയുന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, പുള്ളിയുടെ റൂട്ട് തന്നെ പോവാ. അല്ല മണ്ണി, ഒരു കാര്യം ചെയ്തിട്ട് ഖുറാൻ പ്രകാരം അപ്പൊ ചർച്ച ചെയ്യാം. ടീച്ചർ എന്നാ അങ്ങനെ പോരെ? അതോ അതായത് പിന്നെ ഇപ്പൊ ജസ്റ്റിന്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പോകുന്ന വഴിയെ കൊണ്ടുപോകാൻ അതെ, വന്ന വഴിയെ കിട്ടിയില്ലെങ്കിൽ പോയ വഴി അടിക്കാൻ. അപ്പൊ വണ്ടി കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ ഒരു ചോദ്യം, ഉള്ള സംശയമാണ്. ഈ ഖുറാൻ പ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എവിടുന്ന് സൃഷ്ടിച്ചു, എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് പറയാമോ? ഖുറാനില് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഖുറാൻ മുഴുവനായിട്ട് അറിയില്ല, നിങ്ങൾ അത്ര പോലും എനിക്കറിയില്ല. ഹദീസ് ചർച്ച ചെയ്യാൻ പാടില്ല, ഖുറാനില് ചർച്ച ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്ത് ചർച്ച ചർച്ച ചെയ്തോ? സത്യപ്രോ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഖുറാനെ കുറിച്ച് മുഴുവനായിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് വായിക്കാൻ അറിയാവുന്ന കാര്യം പറഞ്ഞാൽ മതി, അറിയാവുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ജെമിനി എടുത്തിട്ടാ വായിച്ചേ. ഒരു മിനിറ്റ് മാനൂസേ, അതെങ്ങനെയാണ് ഖുറാനിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. അല്ല, എനിക്കൊരു ഞാൻ ചോദിച്ചാണ് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം ഒരു മിനിറ്റ് ഇത് കേട്ടെ. അദ്ദേഹത്തിന് 33-50 മുഹമ്മദിന് 7 തരം പെണ്ണുങ്ങളെയും ശരീരദാനത്തെയും കുറിച്ച് അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഖുറാനിലുള്ള ഇപ്പൊ നിങ്ങൾ തോന്നുമ്പോ ഏറ്റവും എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണുന്ന വൈരുദ്ധ്യങ്ങളോ അതുപോലെ ഇപ്പൊ എന്താണോ നിങ്ങൾ ഖുറാനിൽ പ്രശ്നമായി അവതരിപ്പിച്ച് അദ്ദേഹം തള്ളാൻ റെഡിയാണെന്ന് ഇപ്പൊ ഹദീസ് തള്ളിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, എനിക്കൊരു കൺഫ്യൂഷൻ വന്നോണ്ടാണ് എനിക്ക് പറഞ്ഞിട്ട് തള്ളിയതല്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഹദീസ് നിങ്ങൾ പറഞ്ഞ് തള്ളിയതല്ല. ഞാൻ വന്ന മുതലേ പറഞ്ഞാണ് ഹദീസ് എനിക്ക് ഇഷ്ടമല്ലാന്ന്, ഉസ്താദ്മാരെ പറഞ്ഞിട്ട് തള്ളിയതാണെന്ന് പറയുന്നത്, പറഞ്ഞിട്ട് തള്ളിയതല്ല. ഓക്കെ ഡിയർ, ഒന്ന് കേൾക്ക്. നിങ്ങൾ എന്തുകൊണ്ടോ തള്ളിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ വാക്ക് പിൻവലിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടോ ഹദീസുകൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഖുറാനിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പറയൂ. ഇപ്പൊ 66-1 65-4 പോലുള്ള ഇതൊക്കെയാണ് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ. നിങ്ങളല്ലാതെ സൂര്യൻ പോയി ചെളിക്കുണ്ടിൽ ഉദിക്കുന്നു, അതൊക്കെ ഖുറാനിൽ അതൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞു എഴുതുള്ളൂ. ഇങ്ങനെ ധാർമ്മികതയെ ബാധിക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവുന്നതാണ് എന്റെ ഒരു കണക്കൂട്ട്. അങ്ങനെയാണ് അദ്ദേഹം കുറച്ചും കൂടെ നമ്മളുമായിട്ട് കണക്ട് ചെയ്തത്. ഇപ്പൊ ശരി, എന്നാ പിന്നെ നമുക്ക് ചോദിക്കാം, അടിമകളെ ഭോഗിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് ബണ്ണിക്ക് പറയാനുള്ളത്? ഇല്ല ടീച്ചർ, അങ്ങനെ ചോദിക്കില്ലേ? അടിമകളെ ഭോഗിക്കുന്നത് ശരിയാണ് ടീച്ചർ, അതിനകത്ത് പറഞ്ഞിട്ട് അതിലെ യുക്തി ഒന്ന് ചോദിച്ചാൽ മതി പ്ലീസ്. അദ്ദേഹം